സംസ്ഥാനത്തെ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവാദ BBC ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. പ്രദർശനത്തിനിടെ പൂജപ്പുരയിൽ BJP നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിലായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തിരുവനന്തപുരം ലോ കോളേജിൽ SFIയുടെ നേതൃത്വത്തിൽ പ്രദർശനം നടത്തി. ഡോക്യുമെന്ററിയുടെ അവസാന മിനിറ്റുകളിലേക്കാണ് ഇപ്പോൾ കോഴിക്കോട് DYFIയുടെ നേതൃത്വത്തിലും പ്രദർശനം നടത്തി. കണ്ണൂർ സർവകലാശാല മങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ SFIയുടെ നേതൃത്വത്തിൽ ഡോക്യുമെന്ററി പ്രദർശനത്തിന് ക്യാമ്പസ് ഡയറക്ടർ അനുമതി നിഷേധിച്ചു. ഫ്രട്ടേണിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. പാലക്കാട് വിക്ടോറിയ കോളേജിലെ ഡോക്യുമെന്ററി പ്രദർശനത്തിനെതിരെ യുവമോർച്ച പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും വിവിധ കേന്ദ്രങ്ങളിൽ പ്രദർശനം നടത്തി. മാനവീയ വീഥിയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രദർശനത്തിനെതിരെ BJP യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചു. BBC ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നതിനെതിരെ കാലടി സംസ്കൃത സർവകലാശാലയിൽ BJPയുടെ പ്രതിഷേധം. സർവകലാശാല കവാടത്തിന് മുന്നിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർ പിന്നീട് സർവകലാശാല കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. കാസർഗോഡ് കേന്ദ്ര സർവകലാശാല ക്യാമ്പസിനകത്ത് BBC ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് വൈസ് ചാൻസലർ. ക്യാമ്പസിനു വെളിയിൽ പ്രദർശനം നടത്തുമെന്ന് SFI അറിയിച്ചു. പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ഡോക്യുമെന്ററിയുടെ രണ്ടാം ഭാഗം ഇന്ന് BBC സംപ്രേഷണം ചെയ്യും. ഡോക്യുമെന്ററിക്കെതിരെ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി. രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഡോക്യുമെന്ററി. ഇന്ത്യയെ മുൻവിധിയോടെ കാണുന്ന മാധ്യമ സ്ഥാപനമാണ് BBCയുടെ കാഴ്ചപ്പാട് പ്രചരിപ്പിക്കുന്നത് അപകടകരമായ കീഴ്വഴക്കമുണ്ടാക്കുമെന്നും അനിൽ ആന്റണി ട്വിറ്ററിൽ കുറിച്ചു. അനിൽ ആന്റണിയെ തള്ളി ഷാഫി പറമ്പിൽ. യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം പറയേണ്ടത് സംസ്ഥാന പ്രസിഡന്റാണ്. താൻ പറയുന്നതാണ് ഔദ്യോഗിക അഭിപ്രായം. വംശഹത്യയുടെ പാപക്കറ ഡോക്യുമെന്ററി നിരോധിച്ചാൽ മാറില്ലെന്നും ഷാഫി പറമ്പിൽ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റല്ലേ യൂത്ത് കോൺഗ്രസ് അഭിപ്രായം പറയുന്നത്. അതിൽ വേറെ ഒരു അഭിപ്രായ ഭിന്നതയില്ല. യൂത്ത് കോൺഗ്രസ് അഭിപ്രായം വളരെ ക്ലിയർ ആണ്. ഇത് ഇവരെ സർക്കാരിനെ ഭയന്ന് മൗനത്തിലിരിക്കേണ്ട സമയമല്ല, ഇത് തുറന്ന് സംസാരിക്കേണ്ട സമയമാണ്. ഞങ്ങൾ തുറന്ന് പ്രതികരിക്കുക തന്നെ ചെയ്യും. അക്കാര്യത്തിന് സംശയം വേണ്ട. വംശഹത്യയെക്കുറിച്ചുള്ള BBC ഡോക്യുമെന്ററിയുടെ രണ്ടാം ഭാഗം ഇന്ന് സംപ്രേഷണം ചെയ്യും. വംശഹത്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം JNUവിൽ ഡോക്യുമെന്ററിയുടെ ആദ്യ ഭാഗം ഇന്ന് പ്രദർശിപ്പിച്ചു. ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററിയുടെ ഒന്നാം ഭാഗം രാജ്യത്ത് വലിയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയ സാഹചര്യത്തിലാണ് രണ്ടാം ഭാഗം BBC ഇന്ന് സംപ്രേഷണം ചെയ്യാൻ ഒരുങ്ങുന്നത്. ആദ്യ ഭാഗത്തിനെതിരെ കേന്ദ്ര സർക്കാർ രംഗത്തെത്തുകയും ഡോക്യുമെന്ററി ഇന്ത്യയിൽ വിലക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ എതിർപ്പുകളെല്ലാം മറികടന്നാണ്
രണ്ടാം ഭാഗം BBC പുറത്തിറക്കുന്നത്. UK വിദേശകാര്യ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് ഡോക്യുമെന്ററി പങ്കുവയ്ക്കുന്നത്. വംശഹത്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ രണ്ടാം ഭാഗത്തിൽ ഉണ്ടായേക്കും. അതേസമയം JNUവിൽ ഡോക്യുമെന്ററിയുടെ ഒന്നാം ഭാഗം പ്രദർശിപ്പിക്കുന്നത് സർവകലാശാല തടഞ്ഞു. സമാധാന അന്തരീക്ഷത്തിന് തിരിച്ചടിയുണ്ടാകുമെന്നും പ്രദർശിപ്പിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും സർവകലാശാല മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഡോക്യുമെന്ററിയുടെ ആദ്യ ഭാഗം ഇന്ന് പ്രദർശിപ്പിക്കാൻ തന്നെയാണ് JNU വിദ്യാർത്ഥി യൂണിയന്റെ തീരുമാനം. രാത്രി 9 മണിക്ക് വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിൽ പ്രദർശിപ്പിക്കും. സത്യത്തെ മൂടിവെക്കാനാകില്ലെന്നും ജനങ്ങളെ ഭയപ്പെടുത്താമെന്ന് കരുതേണ്ടെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. വെള്ളക്കാർ പറയുന്നതാണ് ചിലർക്ക് വലിയ കാര്യമെന്നും ഇന്ത്യയെക്കുറിച്ചുള്ള അവരുടെ നിലപാടാണ് അന്തിമമെന്ന് കരുതുന്നുവെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു വിമർശിച്ചു. അതേസമയം ഡോക്യുമെന്ററിക്ക് വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിൽ സമൂഹമാധ്യമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കർശന നിരീക്ഷണത്തിലാണ്. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഹർത്താൽ ആക്രമണത്തിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ ജപ്തി ചെയ്ത വസ്തുവകളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സ്വത്ത് കണ്ടുകെട്ടിയവർക്ക് പോപ്പുലർ ഫ്രണ്ടുമായുള്ള ബന്ധം വിശദീകരിക്കുന്ന സത്യവാങ്മൂലം നൽകണം. ഇതിനിടെ PFIയുമായി ബന്ധമില്ലാഞ്ഞിട്ടും അന്യായമായി തന്റെ വസ്തുവകൾ ജപ്തി ചെയ്തെന്ന് ആരോപിച്ച മലപ്പുറം സ്വദേശി കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി. സംസ്ഥാനത്തെമ്പാടുമായി 248 PFI പ്രവർത്തകരുടെ സ്വത്തുവകകളാണ് ഹർത്താൽ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് ജപ്തി ചെയ്തത്. സംസ്ഥാനത്ത് PFI നേതാക്കളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയ നടപടിക്കെതിരെ മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. ഹർത്താൽ നഷ്ടത്തിന്റെ പേരിലാണ് നടപടിയെങ്കിൽ നിയമസഭയിൽ അക്രമം നടത്തിയവരുടെ സ്വത്തുവകകളും കണ്ടുകെട്ടണം. ഒരേ നീതി എല്ലാവർക്കും വേണമെന്നും ഇപ്പോഴത്തെ നടപടി PFIക്ക് ന്യായം പറഞ്ഞു നിൽക്കാനേ ഉപകരിക്കുമെന്നും ഷാജി പറഞ്ഞു. ഇനി ആത്മാർത്ഥമായ നിരോധനമാണോ നിങ്ങളുടേത്? അതും ഞാൻ ചോദിക്കട്ടെ. അല്ലെന്നുറപ്പിച്ചു വെച്ചോളൂ. ഇപ്പോൾ നിങ്ങൾ SDPIയുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കുമെതിരെ എടുക്കുന്ന നടപടിയുണ്ടല്ലോ, ആ നടപടി നേരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ കനലിൽ നിങ്ങൾ പിന്നെയും എണ്ണയൊഴിക്കുകയാണ്. തീവ്രവാദത്തിന്റെ കനലിൽ നിങ്ങൾ നീതിയാണോ കാണിക്കുന്നത്? അവരുടെ വീടുകളിൽ കയറി പേപ്പർ ഒട്ടിച്ച് അവരുടെ സ്വത്തുക്കൾ ഒരു സുപ്രഭാതത്തിൽ കണ്ടുകെട്ടാൻ നിരപരാധിയായ അവന്റെ ഭാര്യയും മക്കളും അമ്മയും ഒക്കെ നോക്കി നിൽക്കേ നിങ്ങൾ നോട്ടീസ് ഒട്ടിക്കുമ്പോ ഇത് ഒരു സാർവത്രിക നീതിയാണോ? ഞങ്ങൾ കൂടെ നിൽക്കാം. സാർവത്രിക നീതിയാണോ? എല്ലാവർക്കും ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതല്ലേ കേരളത്തിന്റെ നിയമസഭയിൽ നിങ്ങളുടെ പുന്നാര ജനപ്രതിനിധി അടക്കം ഇരുന്നിട്ട് സ്പീക്കറുടെ കസേര അട്ടിമറിക്കുന്നത്, കമ്പ്യൂട്ടറുകൾ തല്ലിപ്പൊളിക്കുന്നത്, നിയമസഭയുടെ കാർപ്പറ്റ് വലിച്ചു കീറുന്നത്, പൂച്ചയും നായയും മാന്തുന്ന പോലെ കാർപ്പറ്റിൽ കടിച്ചു കീറുന്നത് കണ്ടിട്ടില്ലേ ഞങ്ങള്? എത്ര കോടിയായി ഈ കേരളത്തിൽ നഷ്ടം? ഉളുപ്പില്ലാതെ നിയമസഭയിൽ കോടതിയുടെ മുമ്പിൽ പോയിട്ട് അത് വ്യാജ വീഡിയോ ആണെന്ന് പറയാൻ മടിയില്ലാത്ത ഈ കേരളത്തിലെ സർക്കാർ നിങ്ങൾ ഈ വഴി നടപ്പിലാക്കാൻ ഇറങ്ങി പുറപ്പെടാണല്ലോ CPM-കാര്. ഇത് ശരിയാണോ? കേരളത്തിന്റെ പൊതുമുതൽ നശിപ്പിച്ചത് CPM-നെ പോലെ വേറെ പാർട്ടിയുണ്ടോ? അത് കഴിഞ്ഞല്ലേ BJP വരൂ. ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ ചെയ്യാറുണ്ടോ? ഇവിടുത്തെ ലീഗുകാരൻ ചെയ്യാറുണ്ടോ അങ്ങനെ ഈ പൊതുമുതൽ നശിപ്പിക്കുന്ന ഏർപ്പാട്? എന്നിട്ട് എത്ര പേരെയാണോ സ്വത്തുകൾ കണ്ടുകെട്ടിയത്? യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്നത് SDPIയുടെ കനലെരിയുന്ന മനസ്സ്, തീവ്രവാദ മനസ്സ് പിന്നെയും ന്യായം പറഞ്ഞു നിൽക്കാൻ അവർക്ക് കാരണമുണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ ചെയ്യുന്നതിൽ നീതി വേണം, മര്യാദ വേണം. ഒരേ നീതി എല്ലാവർക്കും വേണം. അതാർക്കായാലും, അത് RSSനായാലും, അത് ബജ്റംഗ് ദളിനായാലും, അത് SDPIക്കായാലും ഞങ്ങൾ ആ നീതിയുടെ പക്ഷത്ത് നിൽക്കും. അതാര് നീതി ചെയ്താലും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ആരാനീതി കാണിച്ചാലും, അതേത് കൊമ്പത്തെ മുഖ്യമന്ത്രി ആയാലും മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. പ്രധാനമന്ത്രി ആയാലും പറയും. ഞങ്ങളുടെ രാഷ്ട്രീയം അതാണ്. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് വിചാരിക്കരുത്, നേരാണെന്ന് വിചാരിക്കരുത്. ഇതല്ല രാഷ്ട്രീയത്തിന്റെ രീതി. ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ മാറ്റം. റാണി ജോർജ് സാമൂഹ്യ നീതി വകുപ്പ് സെക്രട്ടറിയാകും. B അശോകന് കാർഷികോൽപാദന കമ്മീഷണറുടെ അധിക ചുമതല നൽകി. പ്രണബ് ജ്യോതി കായിക യുവജനകാര്യക്ഷേമ സെക്രട്ടറിയാകും. M ശിവശങ്കർ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. M ശിവശങ്കർ 31-നാണ് വിരമിക്കുന്നത്. കേന്ദ്ര ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയ അശോക് കുമാർ സിംഗ് ജലവിഭവ സെക്രട്ടറിയാകും. മിനി ആന്റണിയെ സാംസ്കാരിക സെക്രട്ടറിയായി നിയമിച്ചു. വിവാദങ്ങൾക്കൊടുവിൽ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോമിന് ശമ്പള കുടിശ്ശിക അനുവദിച്ച് ഉത്തരവിറങ്ങി. 8.5 ലക്ഷം രൂപ ചിന്തയ്ക്ക് കുടിശ്ശികയായി ലഭിക്കും. ശമ്പള കുടിശ്ശിക വേണമെന്ന് ചിന്താ ജെറോം ആവശ്യപ്പെട്ടെന്ന് ഉത്തരവിൽ പറയുന്നു. മുൻകാല പ്രാബല്യത്തോടെ 1 ലക്ഷം രൂപയാവും ഇനി ചിന്തയ്ക്ക് ശമ്പളം. യുവജനക്ഷേമ വകുപ്പ് സെക്രട്ടറി M ശിവശങ്കറാണ് ഉത്തരവിറക്കിയത്.
ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ ജാമ്യം റദ്ദാക്കി. അഭിഭാഷകനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ ലഭിച്ച ജാമ്യമാണ് എറണാകുളം ജില്ലാ കോടതി റദ്ദാക്കിയത്. വധശ്രമ കേസിൽ ആദ്യം ജാമ്യത്തിലിറങ്ങിയ ആർഷോ വിവിധ കേസുകളിൽ പ്രതിയായതോടെയാണ് ഹൈക്കോടതി നേരത്തെ ജാമ്യം റദ്ദു ചെയ്തത്. തുടർന്ന് അറസ്റ്റിലായ ആർഷോ 1.5 മാസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ജാമ്യത്തിലിറങ്ങിയത്. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥി യൂണിയൻ ചെയർമാനെ വെല്ലുവിളിച്ച അധ്യാപകൻ നന്ദകുമാർ. താൻ പഴയ SFI നേതാവാണെന്നും KRN അധ്യാപകൻ നന്ദകുമാർ. ശ്രീദേവൊക്കെ ജനിക്കും മുമ്പ് നേതാവായിരുന്നു. തനിക്ക് ഉന്നത ബന്ധങ്ങളുണ്ടെന്നും സിനിമാ മേഖലയിൽ നേരിട്ട് കാണാം എന്നുമായിരുന്നു അധ്യാപകന്റെ ഭീഷണി. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ആളല്ല. നിങ്ങൾക്ക് ആളെ തെറ്റിപ്പോയി. ഒരുപാട് കണക്ഷൻസും സ്വാധീനങ്ങളും ഉള്ള ഒരാളും കൂടിയാണ് ഞാനും. മനസ്സിലായ? എൻ്റെ അടുത്ത് കളി വേണ്ട കേട്ടോ. പഠിക്കാൻ വന്ന ആൾ പഠിക്കുക, അല്ലാണ്ട് വിചാരണയൊന്നും വേണ്ട. അത് പള്ളി പോയി പറഞ്ഞാൽ മതി. പഠിക്കാൻ ഉണ്ടെങ്കിൽ പഠിച്ചിട്ട് പോവുക. നമുക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ നേരിട്ട് കാണാം. നിങ്ങൾ എത്രത്തോളം സിനിമ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാനും കൂടി അറിയണ്ടേ. മനസ്സിലായോ? പഠിപ്പിക്കാൻ വരുന്നവരെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും അല്ല വേണ്ടത്. യു ആർ ചെയർമാൻ. ആ ചെയർമാൻ സ്ഥാനത്തുള്ള യോഗ്യത വേണം. യു ആർ അൺഫിറ്റ് ഫോർ ദാറ്റ്. യു ആർ നത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. എൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ വരണ്ട. നിങ്ങളതിനായിട്ടില്ല മോനെ. നിങ്ങളൊന്നല്ല ഡിക്റ്റേറ്റർഷിപ്പ് ഏറ്റെടുക്കേണ്ടത്. നിങ്ങൾ ഡിക്റ്റേറ്റർ അല്ല. ഹു ആർ യു ടു ഡിക്റ്റേറ്റ്? നിങ്ങൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ളത്? നിങ്ങൾ പറയൂ. ശ്രീദേവൻ എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ളത്? സമരത്തിന് പിന്നാലെ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്നു. രാജിവെച്ചവർ ഒഴികെയുള്ള അധ്യാപകർ ജോലിക്ക് ഹാജരായി. എന്നാൽ ക്ലാസുകൾ എന്ന് തുടങ്ങുന്നതിൽ തീരുമാനമായിട്ടില്ല. ആരോപണ വിധേയരായ അധ്യാപകർ രാജിവെച്ചത് നന്നായെന്ന് വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. 50 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വീണ്ടും തുറന്നത്. ഡയറക്ടർ ശങ്കർ മോഹൻ രാജിവെക്കണം എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ സമരക്കാർ തന്നെ നീക്കി. ഇനി എത്രയും വേഗം ക്ലാസുകൾ പഴയ നിലയിലാക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ക്ലാസ്സുകൾ എത്രയും വേഗം പുനഃസ്ഥാപിക്കണം. 50 ദിവസം ക്ലാസ് മിസ്സായി. അത് എത്രയും വേഗം തന്നെ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് വിദ്യാർത്ഥികൾ മുഴുവനായിട്ടുള്ളത് ഇവിടെ. അതേസമയം വിദ്യാർത്ഥികൾ ജാതിക്കാർഡ് കളിക്കുകയാണെന്ന് ഡയറക്ടർ ശങ്കർ മോഹനും അധ്യാപകരും ആരോപണവുമായി രംഗത്ത് വന്നു. ചെറിയൊരു വിഭാഗം കുഴപ്പക്കാരായ വിദ്യാർത്ഥികളാണ് സമരത്തിന് പിന്നിലെന്ന് രാജിവെച്ച അധ്യാപകർ പറയുന്നു. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിവരദോഷം എന്ന് ഞാൻ പറയാം. വിവരമില്ലായ്മയാണ്. ഇവിടെ ജാതീയതൊന്നും ഒരു കാർഡും ഇവിടെ ഉണ്ടായിട്ടില്ല. അത് ഓരോ ചില 1-2 അവിടെ പഠിപ്പിക്കുന്ന ചില അധ്യാപകരും ചില കുറച്ച് വിദ്യാർത്ഥികൾ, ഞാൻ എല്ലാവരും കുറ്റം പറയില്ല, കുറച്ച് വിദ്യാർത്ഥികളും ചില സ്റ്റാഫുകളും ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നാടകം, അതേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഇതില് ഒരു കഴമ്പുമില്ല. ആരോപണങ്ങൾ വിദ്യാർത്ഥികൾ തള്ളി. നിലവാരമില്ലാത്തവർ തന്നെയാണ് രാജിവെച്ചതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. അതുകൊണ്ട് സന്തോഷമുണ്ട്. ഇതിൽ കുറച്ചുകൂടെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അവർ പലതരത്തിൽ ഞങ്ങളുടെ അടുത്ത് ആൻറ്റി സ്റ്റുഡൻ്റ് ആയിട്ടുള്ളൊരു നിലപാട് തന്നെ അവർ മൊത്തത്തിലെടുത്തിട്ടുണ്ട്. ശങ്കർമോഹൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ തിരിച്ചിവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അവരോട് പെരുമാറണം, അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സിലിരിക്കണം, നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അതവർ പോയത് ഞങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. പുതിയ ഡയറക്ടറെ അടക്കം നിയമിക്കാൻ സർക്കാർ സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ക്ലാസുകൾ പൂർവ്വസ്ഥിതിയിലാകാൻ ഇനിയും വൈകുമെന്ന് ഉറപ്പാണ്. കേവലം ജാത്യധിക്ഷേപം മാത്രമുള്ള വിഷയങ്ങളിലല്ല, അതിനുമപ്പുറം അക്കാഡമികമായ വിഷയങ്ങളിലും ഗുണമുണ്ടാക്കാനായി എന്നതാണ് ഈ സമരത്തിന്റെ പ്രത്യേകത. അതും കേവലം 82 വിദ്യാർത്ഥികൾ മാത്രം ആകെ പഠിക്കുന്ന ഒരു കലാലയത്തിൽ. സമരത്തിന്റെ വീര്യം ഇതാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇമ്മാനുവൽ തോമസിനൊപ്പം G. ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമായി 50 നഗരങ്ങളിൽ ജിയോ ട്രൂ 5G സേവനം ലഭ്യമാക്കി റിലയൻസ്. ഇതോടെ രാജ്യത്തെ 184 നഗരങ്ങളിലെ ജിയോ ഉപഭോക്താക്കൾക്ക് ജിയോ ട്രൂ 5G സേവനം ലഭ്യമാകും. ഇതിൽ മിക്ക നഗരങ്ങളിലും ആദ്യമായി 5G എത്തിച്ചതും ജിയോ ആണ്. കേരളത്തിൽ ആലപ്പുഴ ടൗണിലും ജിയോയുടെ ട്രൂ 5G സേവനങ്ങൾ എത്തി. കൊച്ചി, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട്, ചേർത്തല, ഗുരുവായൂർ, കണ്ണൂർ, കൊല്ലം, കോട്ടയം, മലപ്പുറം, പാലക്കാട്, ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് 5G സേവനം ലഭ്യമായ കേരളത്തിലെ നഗരങ്ങൾ. കൊല്ലത്തെ 5G ലോഞ്ച് M. നൌഷാദ് MLA നിർവഹിച്ചു. ഏരിയ ബിസിനസ് മാനേജർ മുരളീകൃഷ്ണൻ, ജിയോ സെന്റർ മാനേജർ അഭിലാഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചടങ്ങിന്റെ ഭാഗമായി നടത്തിയ ബൈക്ക് റാലിയും MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. പുതിയ കാഴ്ചപ്പാട്
പുരി ജഗന്നാഥ ക്ഷേത്രം സന്ദർശിച്ച അനന്ത് അംബാനി. വിവാഹത്തിന് അനുഗ്രഹം തേടിയാണ് സന്ദർശനം. പ്രത്യേക വിമാനത്തിൽ ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷമാണ് ജഗന്നാഥ ക്ഷേത്രത്തിൽ എത്തിയത്. আপোনালোকৰ অসুবিধা নহয়, আমাৰ নহয়, চিন্তা কৰিব নালাগে। গুচি যাব যিমান দিয়া আছে আৰু কবি কাহিজন ভাঙি যায় তাড়াতাড়ি। കുപ്രസിദ്ധ ഗുണ്ട ഓം പ്രകാശ് ഹൈദരാബാദിലെന്ന് അന്വേഷണ സംഘം. ഡൽഹിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് കടന്നുവെന്നാണ് സൂചന. മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. മറ്റൊരു ഗുണ്ടയായ പുത്തൻപാലം രാജേഷ് തമിഴ്നാട്ടിലാണെന്നും അന്വേഷണ സംഘം പറയുന്നു. 2 സംഘങ്ങളാണ് ഓംപ്രകാശിനും രാജേഷിനും വേണ്ടി തെരച്ചിൽ നടത്തുന്നത്. ഗുണ്ടകളെ ഉപയോഗിച്ച് മണ്ണ് കരിങ്കൽ മാഫിയ പ്രവർത്തനം നടത്തിയവരും നിരീക്ഷണത്തിലാണ്. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഗുണ്ടകളുമായി ഇവർക്ക് ബിസിനസ് പങ്കാളിത്തമുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. കഞ്ചാവ് കേസ് പ്രതികൾക്ക് പോലീസിന്റെ ഒത്താശ. 200 കിലോ കഞ്ചാവ് കൈവശം വെച്ച പ്രതികൾക്ക് പോലീസിന്റെ വീഴ്ച മൂലം ജാമ്യം ലഭിച്ചു. നിശ്ചയ സമയത്തിനുള്ളിൽ വെഞ്ഞാറമൂട് പോലീസ് കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് പ്രതികൾക്ക് നേട്ടമായത്. ഗുരുതര വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്തണമെന്ന് DGPയോട് ജഡ്ജി ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ടത്. മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ യോദ്ധാവെന്ന പേരിൽ ഉൾപ്പെടെ നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നു എന്ന് പറയുമ്പോഴാണ് 200 കിലോ കഞ്ചാവ് പിടിച്ച കേസിലെ 3 പ്രതികൾ പോലീസിന്റെ ഗുരുതരമായ അലംഭാവം കൊണ്ട് ജാമ്യം നേടിപ്പോയത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പോലീസിന്റെ ഗുരുതര വീഴ്ച. 2022 ജൂലൈ 16-നാണ് 200.6 കിലോ കഞ്ചാവുമായി 3 പ്രതികളെ വെഞ്ഞാറമൂട് പോലീസും റൂറൽ ഡാൻസ് ഓഫ് ടീമും പിടികൂടിയത്. പ്രതികളായ പുനലാൽ സ്വദേശി കിഷോർ, ശ്രീകാര്യം സ്വദേശി മനു, വർക്കല സ്വദേശി വിനോദ് എന്നിവരെ കോടതി റിമാൻഡും ചെയ്തു. എന്നാൽ 186 ദിവസത്തിനു ശേഷവും കുറ്റപത്രം നൽകാത്തതോടെയാണ് പ്രതികൾക്ക് ജാമ്യം നൽകി തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ സനിൽകുമാർ ഉത്തരവിട്ടത്. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനിടയായ സാഹചര്യത്തെയും കാരണക്കാരായ അന്വേഷണ ഉദ്യോഗസ്ഥനെയും രൂക്ഷമായ ഭാഷയിലാണ് ഉത്തരവിൽ വിമർശിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നടപടി കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കുന്നതാണ്. സാധാരണക്കാരന് നിയമവ്യവസ്ഥയോടുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. NDPS ആക്ട് പ്രകാരം ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് മാത്രമല്ല, ഈ 180 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയായില്ലെങ്കിൽ അവർക്ക് കോടതി മുമ്പാകെ ഒരു അപേക്ഷ സമർപ്പിക്കാനും 1 വർഷം വരെ നീട്ടിക്കിട്ടാനുള്ള മാർഗം ഉണ്ടായിരുന്നു. അത് അവർ തേടേണ്ടായിരുന്നു. അതിലെന്താണ് പറ്റിയെന്നുള്ള കാര്യം എനിക്ക് വ്യക്തതയില്ല. ആ കാര്യങ്ങളെ കുറിച്ച് അറിയത്തില്ല. സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉത്തരവിന്റെ പകർപ്പ് അയക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിലുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരിൽ കോടതി സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകരായ അഫ്സൽ ഖാൻ, മടവൂർ G സുരേഷ് കുമാർ, പ്രീതാറാണി എന്നിവരാണ് ഹാജരായത്. ന്യൂസ് 18 തിരുവനന്തപുരം. കളമശ്ശേരിയിൽ വെടിയുണ്ട കണ്ടെടുത്ത സംഭവത്തിൽ ബാലിസ്റ്റിക് വിദഗ്ധർ പരിശോധന നടത്തും. 12ഓളം വെടിയുണ്ടകളാണ് ഉപേക്ഷിച്ച നിലയിൽ കളമശ്ശേരിയിൽ നിന്ന് കണ്ടെടുത്തത്. റൈഫിളിലോ പിസ്റ്റളിലോ ഉപയോഗിക്കാൻ കഴിയുന്ന പഴകിയ നിലയിലുള്ള വെടിയുണ്ടകളാണെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസിന്റെ തന്നെ ഫോറൻസിക് ഹാർബർ വിഭാഗങ്ങളും വെടിയുണ്ടകൾ പരിശോധിക്കും. കളമശ്ശേരി മഞ്ഞുമൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപം പുഴയോട് ചേർന്നുള്ള മരത്തിനടിയിൽ നിന്നാണ് ഉപേക്ഷിച്ച നിലയിൽ വെടിയുണ്ടകൾ കണ്ടെത്തിയത്. സംസ്ഥാനത്ത് വൻ സ്വർണ്ണവേട്ട. കരിപ്പൂർ വിമാനത്താവളത്തിൽ 5 കേസുകളിലായി 3 കോടി രൂപയുടെ സ്വർണ്ണമാണ് പിടികൂടിയത്. കമ്പ്യൂട്ടർ പ്രിന്ററിലും ന്യൂട്രല്ല ബോട്ടിലും ശരീരത്തിനുള്ളിലുമായി ഒളിപ്പിച്ച 5 കിലോഗ്രാം സ്വർണ്ണമാണ് കസ്റ്റംസ് പിടിച്ചത്. മലപ്പുറം സ്വദേശികളായ ആഷിഖ്, അബ്ദുൽ നിഷാർ, വടകര സ്വദേശിയായ അഫ്നാസ് എന്നിവരിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഗർഭനിരോധന ഉറകൾ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 38 ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് പിടിച്ചത്. ദുബൈയിൽ നിന്നെത്തിയ പാലക്കാട് സ്വദേശി മുഹമ്മദാണ് 3 ഗർഭനിരോധന ഉറകളിലായി പേസ്റ്റ് രൂപത്തിലാക്കി സ്വർണം ഒളിപ്പിച്ചത്. കൊച്ചിയിൽ യുവതിയുടെ കഴുത്തറുത്തു. ഗുരുതരാവസ്ഥയിലുള്ള യുവതി തൊടുപുഴ സ്വദേശി സൂര്യ ചികിത്സയിലാണ്. രവിപുരത്തെ ട്രാവൽസിലാണ് സംഭവമുണ്ടായത്. ആക്രമിച്ച പള്ളുരുത്തി സ്വദേശിയായ യുവാവ് ജോളിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴുത്തിന് മുറിവേറ്റ യുവതി തൊട്ടടുത്ത ഹോട്ടലിലേക്ക് ഓടിക്കയറുകയായിരുന്നു. തലസ്ഥാനത്ത് വീണ്ടും പെൺകുട്ടിക്ക് നേരെ ആക്രമണം. തിരുവനന്തപുരം നഗരത്തിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയ യുവാവ് പെൺകുട്ടിയെ കടന്നുപിടിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് തീർത്ഥാടകൻ എന്ന വ്യാജേനയെത്തിയ യുവാവാണ് അതിക്രമം കാട്ടിയത്. വഞ്ചൂർ പോലീസ് കേസെടുത്തു. കളമശ്ശേരിയിൽ സുനാമി ഇറച്ചി പിടികൂടിയ കേസിലെ പ്രതി ജുനൈസ് മറ്റ് ക്രിമിനൽ കേസുകളിലും പ്രതി. ഇയാളുടെ പേരിൽ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലടക്കം
വധശ്രമത്തിനടക്കം 5 കേസുകളുണ്ട്. ഇയാൾ ഇറച്ചി നൽകിയവരെയും കണ്ടെത്തി കേസെടുക്കുമെന്ന് DCP S. ശശിധരൻ അറിയിച്ചു. പാലക്കാട് ധോണിയിൽ ഇറങ്ങിയ കാട്ടാനയെ കാടുകയറ്റി. ധോണി അരിമണിക്ക് സമീപം ചൂലിപ്പാടത്താണ് കാട്ടാന ഇറങ്ങിയത്. PT7 പിടികൂടിയതിന് പിന്നാലെ ധോണിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങിയത്. നിരന്തരമുള്ള കാട്ടാന ശല്യം ഒഴിവാക്കാൻ റയൽ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അതിരപ്പള്ളിയിൽ കുടുക്കിൽപ്പെട്ട് തുമ്പിക്കൈ മുറിഞ്ഞ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്കായി തെരച്ചിൽ ഊർജിതമാക്കി. വനപാലകർ സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത്. 10 ഇടങ്ങളിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. ആനക്കയത്ത് നിൽക്കുന്നതിന്റെ ചിത്രം പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. തുമ്പിക്കൈ 3/4 ഭാഗത്തോളം മുറിഞ്ഞ നിലയിലാണ് കാട്ടാന. കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന പന്നിയെ വെടിവെക്കാൻ പഞ്ചായത്തുകൾക്ക് വനംവകുപ്പ് അധികാരം നൽകിയെങ്കിലും മലയോര മേഖലയിൽ പന്നിശല്യം രൂക്ഷമാണ്. പന്നിവേട്ടയ്ക്ക് സാമ്പത്തിക സഹായം ലഭിക്കുമെന്ന് വനമന്ത്രി ഉറപ്പു നൽകിയിട്ട് മാസങ്ങളായെങ്കിലും ഇതുവരെ അനക്കമൊന്നുമില്ല. സ്വന്തമായി വരുമാനമില്ലാത്ത മലയോര മേഖലയിലെ പഞ്ചായത്തുകൾ ഫണ്ട് കണ്ടെത്താൻ പെടാപ്പാട് പെടുകയാണ്. രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് പന്നിവേട്ടയ്ക്കിറങ്ങുന്നവർക്ക് ലഭിക്കുന്നത് തുച്ഛമായ വേതനമാണെന്ന് എംപാനൽ ഷൂട്ടർമാർ പറയുന്നു. ന്യൂസ് 18 അന്വേഷണം. ഹലോ, ഞാൻ തങ്കച്ചനാണ്, പറഞ്ഞോളൂ. കോടഞ്ചേരി പഞ്ചായത്തിൽ കാട്ടുപന്നിയെ വെടിവെക്കാൻ അനുമതിയുള്ള എംപാനൽ ഷൂട്ടറാണ് തങ്കച്ചൻ. പന്നിപ്പേടിയിൽ ഉറക്കം നഷ്ടപ്പെട്ട മലയോര ഗ്രാമങ്ങളിലൂടെ തങ്കച്ചനൊപ്പം ന്യൂസ് 18 സഞ്ചരിക്കുന്നു. എൻ്റെ ചെറുപ്പത്തിലൊന്നും ഒരു പന്നി എന്ന് പറഞ്ഞ സാധനത്തിനെ കാണണമെങ്കിൽ ഞങ്ങളൊക്കെ അവിടുന്ന് ഒരു 8 കിലോമീറ്റർ അപ്പുറം പോയാലേ ഒരു പന്നി ഉണ്ട്, കാണൂല, എന്നാലും ഉണ്ട് എന്ന് പറയുന്നത് 8 കിലോമീറ്റർ അപ്പുറം. ഇപ്പം അത് വേണ്ട, എൻ്റെ പറമ്പിൽ തന്നെ ഉണ്ട് പന്നി. ഇപ്പം എൻ്റെ പറമ്പിൽ തന്നെ 3 പന്നീനെയും വെടിവെച്ചു. കപ്പയൊക്കെ ഞങ്ങളുടെ ഓർമ്മ ഉണ്ടായിരുന്ന കാലത്ത് കപ്പയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് കപ്പ കൃഷി എന്ന് പറയുന്ന സാധനം കിട്ടാനില്ല, ഒക്കെ ചെയ്യുന്നില്ല. അതുകൊണ്ട് കപ്പയൊക്കെ മേടിക്കണമെങ്കിൽ 10 കിലോമീറ്റർ അകലെ പോയി മേടിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് ഞങ്ങളിപ്പോൾ കർഷകർ വന്നിരിക്കുന്നത്. ഞാൻ അടിഭാഗത്ത് പോയിട്ട് വീട്ടിലേക്ക് വരികയായിരുന്നു. അന്നേരം വന്ന വഴിക്ക് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഒരു പന്നികൾ കൂട്ടത്തോടെ വന്നിട്ട് എൻ്റെ വണ്ടിക്കിട്ട് തട്ട് ചെയ്തേ. അങ്ങനെ ഞാൻ മറിഞ്ഞ് വീണു. കൃഷിക്കാർ വിളിച്ചു കഴിയുമ്പോൾ നമ്മളൊന്നും നോക്കില്ല, അവരെടുത്ത് ചെന്നിരിക്കും, ഒത്ത പന്നീനെ വെടിവെക്കും. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഒരു 4-5 പന്നീനെ കോടഞ്ചേരി പഞ്ചായത്തിൽ അടുത്ത ദിവസം 2-3 പന്നീനെ ഞങ്ങൾ വെടിവെച്ചു. ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ആര് വിളിച്ചാലും തങ്കഞ്ഞേട്ടൻ എന്നെ വിളിക്കും, എടാ ബിജു ഇന്ന സ്ഥലത്ത് പോകണം, പോവാ. ഞാൻ പണിയും മെനക്കെട്ട് പുള്ളിയുടെ കൂടെ ഞാനും പോവും. കാരണം പുള്ളിയെ ഒറ്റയ്ക്ക് പുള്ളിനെ കൊണ്ടാവൂല, ഒരു സഹായം ഇപ്പോഴും ആവശ്യമാണ്. കോടഞ്ചേരി മഞ്ഞുമലയിലെ വക്കച്ചന്റെ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടുപന്നിക്കൂട്ടത്തെയും തിരഞ്ഞുള്ള യാത്രയിലാണ് തങ്കച്ചനും സഹായി ബിജു. കാട്ടുപന്നിയെ വേട്ടയാടുക അത്രയേറെ ദുഷ്കരമാണെന്ന് തങ്കച്ചൻ പറയുന്നു. പഞ്ചായത്തുകൾക്ക് പന്നിയെ വേട്ടയാടാൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും അതിനുവേണ്ട ചെലവും മറ്റും കണ്ടെത്താൻ സർക്കാർ സഹായം ഇതുവരെയും ലഭിച്ചിട്ടില്ല. എല്ലാവർക്കും അറിയാം, ഇവിടുന്ന് എറണാകുളം വരെ പോയിട്ട് ഒരാളൂടെ വരണമെങ്കിൽ അത് കൃത്യമായിട്ട് ഞാൻ തന്നെ പോകണം. വേറെ ആരും കൊടുത്തിട്ടൊരു കാര്യമില്ല, ഞാൻ തന്നെ ചെന്ന് ആ സാധനം വാങ്ങണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പന്നീനെ വെടിവെക്കാൻ പോകണമെങ്കിൽ ചിലപ്പോൾ 5-6 തിര പൊട്ടും. മിനിങ്ങാന്നാണോ ഒരു പന്നീനെ വെടിവെച്ചതിന് 4 തിര പൊട്ടിച്ച്. ഈ മഞ്ഞുവേലയിൽ നിന്നൊരു പന്നീനെ വെടിവെച്ചിട്ട് 2-3 വെടിവെച്ചാൽ പിന്നെ അതിന് കിട്ടിയത്. അപ്പോൾ എൻ്റെ കാലൊക്കെ മുറിഞ്ഞ് നാശമായി, കാല ഇവിടുന്ന് വീണ്. അത് ഇങ്ങനത്തെ കാട്ടിക്കടെയാണ് മുഴുവൻ പോവുക. എവിടെയെങ്കിലും തെറ്റി വീഴും. നമ്മൾ ലൈറ്റ് പന്നീനെ നോക്കിയാണ് പോകുന്നത്, നിലത്തോടെ അല്ലല്ലോ. അതിപ്പോൾ ഒരു കാലം നടക്കാൻ പാടില്ല. ഇത്രയൊക്കെ കഷ്ടപ്പാട് ചെയ്താലും ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ നാമമാത്ര പൈസയേ ഉള്ളൂ. അത് പഞ്ചായത്ത് തരുന്ന ഒരു പന്നിക്ക് 1000 രൂപ. ഈ എത്ര ദിവസം നടന്നാലാണ് ഒരു പന്നി കിട്ടുക എന്നുള്ളത്. ചിലപ്പോൾ ഒരു 4-5 ദിവസം നടന്നാലൊക്കെ ഒരു പന്നീനെ കിട്ടുള്ളൂ. പലരും പറയുന്നുണ്ട്, പല ആൾക്കാരും വിളിക്കുന്നുണ്ട്, അവിടെയുണ്ട് ഇവിടെയുണ്ട്. അവരുടെ കപ്പ തിന്നു, ചേന തിന്നു, അല്ലെങ്കിൽ ചേമ്പ് തിന്നു. നമ്മൾ ചെല്ലുമ്പോൾ അതിനെ കാണില്ല. പിന്നെ വണ്ടിയിൽ ഈ പെട്രോളും കത്തിച്ച് വൈകുന്നേരം തൊട്ട് ഏതാണ്ട് ഒരു 3 മണിയാവുമ്പത്തേന് ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലും. നിലവിൽ തന്നെ ഫോറസ്റ്റിന് അതിനാവശ്യമായ ഫണ്ടുകളും ഉണ്ട്. പക്ഷേ കൃത്യമായ ഉത്തരവുകൾ ഇറങ്ങാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആ ഫണ്ടൊന്നും ഉപയോഗിക്കാൻ തയ്യാറായിട്ടില്ല. നേരത്തെ എംപാനൽ ഷൂട്ടർമാർക്ക് കൊടുത്തിരുന്ന ഒരു സൗകര്യങ്ങളും ഇപ്പം നിലവിൽ ലഭ്യമല്ല. അതെല്ലാം ഗ്രാമപഞ്ചായത്തുകളുടെ തലയിൽ ഇട്ടിട്ട് സർക്കാർ കൈയൊഴിഞ്ഞു നിൽക്കുകയാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് അതിനുവേണ്ടി മാത്രം ശമ്പളം പറ്റുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഒന്നും ചെയ്യാതിരിക്കുകയും വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള പ്രതിബദ്ധത പാലിക്കേണ്ടതിന്റെ ഭാഗമായിക്കൊണ്ട്
ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഇതിനാവശ്യമായ ഫണ്ടുകൾ കണ്ടെത്തിക്കൊണ്ടാണ്, അതും തുച്ഛമായ ഫണ്ടാണ് കൊടുക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അവർക്ക് വരുന്ന തെരയുടെ ചെലവ് ഇവിടെയെങ്ങും അതിന്റെ വെടിയുണ്ടകൾ ലഭിക്കുന്നില്ല. ആകെ കിട്ടുന്നത് കൊച്ചിയിൽ ചെല്ലണം. പണ്ടൊക്കെ കോഴിക്കോട് ലഭിച്ചിരുന്നു, ഇവിടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ലഭിച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള എക്സ്പ്ലോസീവ് ലൈസൻസ് ഉള്ള ആളുകൾക്ക് തോക്കിനുള്ള ഉണ്ടകൾ, ആവശ്യമായ തെരകൾ വിൽക്കുവാനുള്ള ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിന് ഒരു നഷ്ടവുമില്ലാതെ ടാക്സ് അടക്കം സർക്കാരിന് കിട്ടുകയും ഈ ഷൂട്ടർമാർക്ക് ന്യായമായ രീതിയിൽ ഈ വെടിയുണ്ടകൾ ലഭ്യമാക്കുകയും ചെയ്യും. അതിനുള്ള നടപടി എടുത്തിട്ടില്ല. കൊന്നു കഴിഞ്ഞാൽ ഒരു തെച്ചിന്റെ പണിയാണ്. അതാരും തിന്നരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശം സർക്കാരിനുള്ളൂ, അല്ലെങ്കിൽ ഫോറസ്റ്റുകാർക്കുള്ളൂ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കുള്ളൂ. അതാരും ഉപയോഗിക്കരുത്. ഇത്ര നല്ല ഒന്നാന്തരം നല്ല സാധനം കൊണ്ട് കുഴിച്ചിടുക എന്നൊക്കെ പറയുമ്പോൾ പലരും ചോദിക്കും, അത് ഞങ്ങൾ എടുത്തോട്ടെ. എങ്ങനെ എടുക്കാനാ? പിന്നെ അവർ തന്നെ പറയും, ഇതിനിപ്പോൾ എന്തിനാ, പട്ടി പോലും തിന്നൂല, പിന്നെ എന്തിനാ എടുക്കുന്നത്. ബിജു അതങ്ങോട്ട് പോയിട്ടുണ്ട്, നമുക്ക് ചകലാണ്, നമുക്കൊന്ന് പോയി നോക്കാം. സമയം പുലർച്ചെ 3-നോടടുക്കുന്നു. രാത്രി 7-ന് തുടങ്ങിയ അലച്ചിൽ ഇനിയും അവസാനിച്ചിട്ടില്ല. ഒരു പന്നിയെ വെടിവെച്ചാൽ തങ്കച്ചന് കിട്ടുക 1000 രൂപയാണ്. തിരവാങ്ങാൻ കോടഞ്ചേരിയിൽ നിന്ന് കൊച്ചിയിലേക്ക് നിരന്തരം യാത്ര ചെയ്യുന്നു. വെടിവെച്ച് കിട്ടുന്ന പന്നിയെങ്കിലും കർഷകന് നൽകണം എന്നതാണ് കോടഞ്ചേരിക്കാരുടെ ആവശ്യം. കോടഞ്ചേരിയിൽ നിന്ന് വിനോദ് കുമാറിനൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. കെ.ബി. ഗണേഷ് കുമാറിന്റെ വിമർശനത്തിലൂടെ സർക്കാരിന്റെ പരാജയത്തിന്റെ ആഴം ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറെ കൊണ്ട് പച്ചക്കള്ളം പറയിച്ച അതേ ദിവസമാണ് ഭരണകക്ഷി എം.എൽ.എ സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. ഭരിക്കാൻ മറന്നുപോയ സർക്കാരാണ് സംസ്ഥാനത്ത് ഉള്ളതെന്നും പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം LDF-ലെ ഘടകകക്ഷികൾക്കും ബോധ്യമായെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം 60% മുകളിൽ പൂർത്തിയാക്കിയതായി മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. സെപ്റ്റംബറിലോ ഒക്ടോബറിലോ പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യ കപ്പലെത്തിക്കും. കല്ലുകൾ കൊണ്ടുവരുന്ന ലോറികൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് പിഴ ഈടാക്കുന്നതിനെതിരെ അദാനി തുറമുഖം അധികൃതർ മന്ത്രിയോട് പരാതി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനെതിരായ സമരം അവസാനിച്ച ശേഷമുള്ള 2ാം അവലോകന യോഗമാണ് ചേർന്നത്. സമരം കാരണം നഷ്ടപ്പെട്ട സമയം മറികടക്കാൻ കൂടുതൽ സമയം നിർമ്മാണം നടത്തുന്നുണ്ട്. സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആദ്യ കപ്പലെത്തും. കല്ല് ലഭ്യമാക്കാൻ 7 ക്വാറികൾക്ക് കൂടി ലൈസൻസ് വേഗത്തിൽ ലഭ്യമാക്കും. അതേസമയം കല്ലുകൾ കൊണ്ടുവരുന്ന ലോറികൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് പിഴ ഈടാക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് അദാനി ഗ്രൂപ്പ് മന്ത്രിയെ പരാതി അറിയിച്ചു. പരാതി പരിഹരിച്ചിട്ടുണ്ടെന്ന് യോഗത്തിന് ശേഷം തുറമുഖ വകുപ്പ് മന്ത്രി അറിയിച്ചു. വിഴിഞ്ഞം പ്രൊജക്ട് സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും ഞങ്ങൾ നേരത്തെ നടത്തിയിരുന്നത് പോലെ തന്നെ അവലോകന യോഗങ്ങൾ നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായുള്ള യോഗമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. നേരത്തെ നാം ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തതുപോലെ തന്നെ ആദ്യ കപ്പൽ ഇവിടെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിന് ഉള്ളിൽ എത്തിക്കാം, സെപ്റ്റംബറിലോ ഒക്ടോബറിലോ എത്തിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇടക്കാലത്ത് സമരം മൂലം നഷ്ടപ്പെട്ടിട്ടുള്ള പ്രവൃത്തി ദിനങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി ഓവർ ടൈം വർക്കുകൾ നടത്തിക്കൊണ്ട് ദ്രുതഗതിയിലാണ് വർക്കുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത മാസം പ്രവേശന കവാടത്തിന്റെയും പവർ സ്റ്റേഷന്റെയും ഉദ്ഘാടനം നിർവഹിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. മൂവാറ്റുപുഴയിൽ കനാൽ ഇടിഞ്ഞു വീണതിന്റെ ഞെട്ടലാണ് പ്രദേശവാസികൾ. അറ്റകുറ്റപ്പണികൾ വൈകുന്നത് കുടിവെള്ളത്തിനും കൃഷിക്കും പ്രതിസന്ധി സൃഷ്ടിക്കും. കനാൽ നിർമ്മാണത്തിൽ ക്രമക്കേടും നാട്ടുകാർ ഉന്നയിക്കുന്നു. പ്രശ്നപരിഹാരത്തിന് എത്രയും വേഗം അധികൃതർ ഇടപെടണമെന്നാണ് ആവശ്യം. മൂവാറ്റുപുഴ പണ്ടംപള്ളിയിൽ നിന്ന് MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ട് കാണാം. സംസ്ഥാന പാതയിൽ നിന്നും ഏതാണ്ട് 15 മീറ്റർ ഉയരത്തിലാണ് കനാൽ പൊട്ടി താഴേക്ക് വീണത്. മണ്ണും കോൺക്രീറ്റ് പാളികളും മരങ്ങളുമെല്ലാം വഴിയിലേക്ക് പതിക്കുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് ഒരു കാർ യാത്രികൻ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ശബരിമല തീർത്ഥാടന കാലമായിരുന്നുവെങ്കിൽ നൂറുകണക്കിന് ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങളാണ് ഇതിലെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സീസൺ അവസാനിച്ചത് വലിയ ഭാഗ്യമായി മാറിയെന്ന് നാട്ടുകാർ പറയുന്നു. ഒരു 2 ആഴ്ച മുമ്പൊക്കെ അങ്ങ് തുറന്നായിരുന്നു. ഇത് സാറിന് ഡിസംബറിൽ തുറക്കേണ്ടതാണിത്. വെള്ളം വരേണ്ടതാണ്. 2 ആഴ്ച മുമ്പ് തുറന്നാൽ ഇതിൽ നിരനിരയായിട്ട് അയ്യപ്പന്മാരുടെ വണ്ടികൾ പോകണം. കാരണം ഇപ്പോൾ MC റോഡ് പോകണം, മുഴുവൻ വണ്ടികളിലാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നു. കാരണം ഇത് ആ ഉണ്ടായ സമയത്തുള്ള ദുരന്തം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. കാരണം അത് വെള്ളം നിറഞ്ഞിരിക്കുന്ന വെള്ളം കംപ്ലീറ്റ് ചെയ്ത് പോകണം. അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ MVIPയുടെ കീഴിൽ സൂപ്രണ്ട് എഞ്ചിനീയറുടെ കീഴിൽ ഈ MVIPയുടെ മുഴുവൻ കനാൽ വരുന്നത്.
ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തിലുള്ള സബ് കനാൽ ബ്രാഞ്ചുകൾ എല്ലായിട്ടുണ്ട്. അതെല്ലാത്തിനോട് ക്ലീൻ ചെയ്യാനായിട്ട് 1.25 കോടി രൂപയുള്ളൂ. അതുകൊണ്ട് ഇതിനകത്തോടെ വലിയ മരങ്ങൾ വരെ ഈ തോട്ടിക്കകത്ത് ഈ കനാലിൽ നിൽപ്പുണ്ട്. അത് ക്ലീൻ ചെയ്യാതെ അത് ആ ഒരു അപാകത. അതുകൊണ്ട് ഇതിന്റെ 5% പോലും വൃത്തിയാക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. അതിന് ഉദ്യോഗസ്ഥന്മാരെ തെറ്റു പറയാൻ നമുക്ക് സാധിക്കില്ല. സർക്കാർ ഫണ്ട് വെച്ച് അതങ്ങനെ ചെയ്യേണ്ടതാണ്. പിന്നെ അതുപോലെ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ആശങ്ക എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് 2 ഇടത്ത് പൊട്ടി. ഇനി ഇവിടെ കമ്പിയിട്ട് കോൺക്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ റോഡ് പോകാൻ ഇതിലും ആശങ്കയാണ്. നിശ്ചിത ഇടവേളകളിൽ സമയബന്ധിതമായി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാത്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കനാലിലുടനീളം മരങ്ങൾ വളർന്നു നിൽക്കുന്നു. മറ്റ് അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടുമില്ല. അടർന്നു വീണ കോൺക്രീറ്റ് പാണികളിൽ ഒരിടത്ത് പോലും ഒരു കമ്പിക്കഷ്ണം നാട്ടുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. MVP പദ്ധതിയുടെ പേരിൽ കരാറുകാരും ഉദ്യോഗസ്ഥരും വൻതുക വെട്ടിച്ചുവെന്നതിന്റെ തെളിവാണ് ഇതെന്നും നാട്ടുകാർ പറയുന്നു. സമയാസമയങ്ങളിൽ ക്ലീനിങ് നടക്കണില്ല. തന്നെയല്ല ഈ കോൺക്രീറ്റ് ചെയ്തേക്കണ കണ്ടാ 1.5 ഇഞ്ച് മിറ്റിലിട്ടിട്ട് ചെയ്തേക്കണം. അതിപ്പോ ഒരു എലി തുറച്ചാലും അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വന്നു, ലീക്കായി. അങ്ങനെ സമയത്ത് ഇതിന്റെ ക്ലീനിങ്ങോ കൃത്യമായിട്ട് നടന്നാൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ വരും. അന്നത്തെ കാലം 40 കൊല്ലം പറഞ്ഞ് ഇതിവിടെ സ്ഥാപിച്ചിട്ട് അന്നൊന്നും കമ്പിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അത് കമ്പി കണ്ടുപിടിക്കാത്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. എന്തായാലും കമ്പി എന്ന് പറയുന്ന സാധനം അതിനകത്ത് ഇല്ല. ഇനിയുള്ളതായാലും എങ്ങനെയാണെന്ന് അറിയത്തില്ല ചെയ്യുന്ന. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഉത്തരവാദിത്തമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ നമ്മൾ പല ഭാഗത്തോടെ നമ്മൾ എന്തെങ്കിലും ഒരു ഇവരുടെ മെയിൻ്റെനൻസോ അല്ലെങ്കിൽ വർക്കോ ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ളവർ പോയി ആരെങ്കിലും പറഞ്ഞോ ചെന്ന് നോക്കി കഴിയുമ്പോൾ അവർക്ക് ഒരു നമ്മൾ ചെല്ലുന്ന ഏതാണ്ട് വലിയ അലർജി മാതിരിയാണ്. കാരണം അവരെടുക്കുന്ന ആ കോൺട്രാക്ടറായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരായിട്ടോ ഒരു ടൈപ്പിന്റെ പുറത്താവാം. ഇവർ ഒന്നല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ളവർ യാതൊരു ഉത്തരവാദിത്തം കാണിക്കില്ല. അത് 100%. ഇങ്ങനെ അപകടം ഉണ്ടായി 1-2 പേരെ മരിച്ചു കഴിയുമ്പോൾ വന്നിട്ട് ഇവിടെ വന്ന് വർത്താനം പറഞ്ഞിട്ട് പോകുന്നല്ലാണ്ട്. ഇപ്പൊ ഇന്നലെ മിനിയാന്ന് വൈകുന്നേരം സംഭവം ഉണ്ടായി. അവർ ചിലപ്പോൾ അതിന്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു, ഇത്ര രൂപ വേണം, ഇത്ര രീതിയിൽ ചെയ്യണമെന്ന്. ഇനിയിപ്പോൾ ഇന്ന് അന്വേഷിച്ച് നോക്കിയോ, ഉറപ്പായിട്ട് അന്വേഷിച്ച് നോക്കിയോ, അന്നേരം പറയും അയ്യോ ഞങ്ങൾക്ക് മുകളിൽ നിന്ന് അനുവാദം കിട്ടിയിട്ടില്ല, അതിന് ഫണ്ടില്ല, അത് സമയമെടുക്കും എന്നും പറഞ്ഞുള്ള രീതിയിലേക്ക് പഴയ തദൈവ രീതിയിൽ തന്നെ പോവുള്ളൂ. അത് കനാൽ പൂർവ്വസ്ഥിതിയിലാക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവ് വരും. ഇതിനായി സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അനുമതി ആവശ്യമെന്നാണ് ഇറിഗേഷൻ വകുപ്പ് വ്യക്തമാക്കുന്നത്. 100 കണക്കിന് ആളുകളാണ് കുടിവെള്ളമായും കൃഷിക്കുമൊക്കെയും ഈ വെള്ളം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി കനാൽ നിർമ്മാണം പൂർത്തിയായില്ലെങ്കിൽ ജനജീവിതം ദുസ്സഹമാവും. മൂവാറ്റുപുഴ പണ്ടപ്പള്ളിയിൽ നിന്നും ക്യാമറമാൻ ശ്രീജിത്ത് കല്ലുമുട്ടിക്കൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18.